അമേരിക്കയുടെ കടുത്ത നാവിക ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ വ്യവസായത്തെ സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെ ഞെട്ടിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ നിയന്ത്രണങ്ങൾ കാരണം കയറ്റുമതിയിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഉൽപാദനം നിർത്താതെ മുന്നോട്ടു പോകാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 30 വർഷം പഴക്കമുള്ള നാഷ എന്ന പടുകൂറ്റൻ ടാങ്കറിനെ പുനരുജ്ജീവിപ്പിച്ച് കടലിലെ എണ്ണ സംഭരണിയാക്കി മാറ്റുകയാണ് ഇറാൻ. ഇറാന്റെ എണ്ണ ഉൽപാദനത്തിന്റെ 90% കൈകാര്യം ചെയ്യുന്ന ഖാർഗ്ദീപ് നിലവിൽ അതിന്റെ പൂർണ്ണ ശേഷിയിലേക്ക് അടുക്കുകയാണ്. ഏകദേശം 30 ദശലക്ഷം ബാരൽ വരെ അസംസ്കൃത എണ്ണ സംഭരിക്കാൻ ശേഷിയുള്ള ഇവിടെ ഉപരോധം കാരണം കയറ്റുമതി നടക്കാത്തതിനാൽ ക്രൂഡ് ഓയിൽ കുന്നുകൂടുകയാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന നാഷ എന്ന കപ്പലിനെ ഇറാൻ വീണ്ടും സജീവമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധം രാജ്യത്തെ ശ്വാസം മുട്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഇറാൻ ആരോപിക്കുന്നു. എന്നാൽ ഈ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് എണ്ണ ഉൽപാദനം തുടരാനാണ് ഇറാന്റെ തീരുമാനം. പ്രതിദിനം 1.1 ദശലക്ഷം ബാരൽ വരെ എണ്ണ ഇപ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് ഇറാന്റെ തളരാത്ത ഇച്ഛാശക്തിയുടെ തെളിവാണ്. എണ്ണക്കിണറുകൾ അടച്ചുപൂട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന സാങ്കേതിക യാഥാർത്ഥ്യം ഇറാൻ തിരിച്ചറിയുന്നു. ഒരു വാട്ടർ ടാപ്പ് ഓഫ് ചെയ്യുന്നത് പോലെ എണ്ണ ഉൽപാദനം നിർത്താൻ കഴിയില്ല. ഭൂഗർഭത്തിലെ മർദ്ദചലനാത്മകതയും എഞ്ചിനീയറിംഗ് പരിമിതികളും കാരണം കിണറുകൾ പെട്ടെന്ന് അടയ്ക്കുന്നത് ഭാവിയിൽ എണ്ണപ്പാടങ്ങൾക്ക് ശാശ്വതമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും. ഇതൊഴിവാക്കാനാണ് പ്രതിസന്ധിക്കിടയിലും ഉൽപാദനം തുടരുന്നത്. ഉയർന്ന മർദ്ദത്തിലുള്ള എണ്ണപ്പാടങ്ങളിൽ വെള്ളം കയറുന്നത് തടയാൻ നിരന്തരമായ പ്രവർത്തനം അത്യാവശ്യമാണ്. ഉൽപാദനം നിർത്തിയാൽ റിസർവോയറിലേക്ക് വെള്ളം കയറുകയും എണ്ണയുടെ വലിയൊരു ഭാഗം ശാശ്വതമായി കുടുങ്ങിപ്പോവുകയും ചെയ്യും. രാജ്യത്തിന്റെ ഭാവിയിലെ എണ്ണ ഉൽപാദനക്ഷമതയെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നതിനാലാണ് ഇറാൻ എഞ്ചിനീയർമാർ അശ്രാന്തമായി പരിശ്രമിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഖാർഗ്ദീപിലെ ടെർമിനലുകളിൽ 3 കൂറ്റൻ ടാങ്കറുകൾ ഇപ്പോഴും എണ്ണ നിറയ്ക്കുന്നുണ്ട്. അമേരിക്കൻ ഉപരോധം വെറുമൊരു സാമ്പത്തിക തന്ത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തെ ശ്വാസം മുട്ടിക്കാനുള്ള നീക്കമാണെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു. എങ്കിലും നാഷയെ പോലുള്ള ടാങ്കറുകൾ ഇറാന് ഒരു വലിയ ബഫർ നൽകുന്നുണ്ട്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത്. സംഭരണശേഷി ഉടൻ തീരുമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി പുതിയ സ്റ്റോറേജ് ഓപ്ഷനുകൾ കണ്ടെത്താൻ ഇറാന് സാധിക്കുന്നു. ഇത് വെറുമൊരു താൽക്കാലിക പരിഹാരമല്ല, മറിച്ച് ശത്രുക്കളുടെ ഉപരോധങ്ങളെ അതിജീവിക്കാനുള്ള ഇറാന്റെ നയതന്ത്ര മിടുക്കാണ്. നാഷ എന്ന പഴയ ടാങ്കറിന്റെ പുനരുജ്ജീവനം ഇറാന്റെ തന്ത്രപരമായ നീക്കമാണ്. തീരദേശ സൗകര്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ കടലിന്റെ മധ്യത്തിൽ തന്നെ എണ്ണ സംഭരിക്കാനുള്ള ഈ നീക്കം അമേരിക്കൻ നാവികസേനയുടെ നിയന്ത്രണങ്ങളെ മറികടക്കാൻ സഹായിക്കും. ഓരോ തുള്ളി എണ്ണയും രാജ്യത്തിന്റെ വരുമാനത്തിന് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുള്ള പോരാട്ടമാണിത്. ഖാർഗ്ദീപ് ഇറാന്റെ സാമ്പത്തിക ഭൂപടത്തിലെ ഏറ്റവും നിർണായകമായ കേന്ദ്രമാണ്. അവിടെയുള്ള ചെറിയൊരു തടസ്സം പോലും രാജ്യത്തെ ബാധിക്കുമെന്നറിയാവുന്ന ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് ഓരോ നീക്കവും നടത്തുന്നത്. നാഷ പുനർവിന്യസിച്ചതിലൂടെ ഇറാൻ കുറച്ചുകൂടി സമയം നേടിയെടുത്തിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ വിപണികൾ കണ്ടെത്താൻ ഇറാന് സാധിക്കുമെന്ന് വിദഗ്ധർ കരുതുന്നു. ചുരുക്കത്തിൽ അമേരിക്കൻ ഉപരോധം ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ പുതിയ വഴികൾ തേടി അതിനെ പ്രതിരോധിക്കുകയാണ്. പഴയ ടാങ്കറുകളെ പോലും ഒരു ആയുധമാക്കി മാറ്റി തങ്ങളുടെ എണ്ണ വ്യവസായത്തെ തകരാതെ സംരക്ഷിക്കുന്ന ഇറാന്റെ ഈ പോരാട്ടം ആഗോള എണ്ണ വിപണിയിൽ വലിയ ചർച്ചയാകുന്നു. പ്രതിസന്ധികൾക്ക് മുന്നിൽ തോൽക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ ഓരോ നീക്കവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.